കവിതയുടെ ആശയം വളരെ സിമ്പിളാണ്. അതായത് അമ്മ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു മാമ്പഴം ഇങ്ങനെ കായ്ച്ച് അതിങ്ങനെ പൂവിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ കുട്ടികളുടെ കൗതുകം, ആ കുഞ്ഞിന്റെ കൗതുകം ആ മാമ്പഴത്തിന്റെ അതിന്റെ ആ പൂക്കൾ മെല്ലെ ഒന്ന് തട്ടു, അല്ലെങ്കിൽ അതിനൊന്ന് തല്ലി താഴെയിട്ടു. ആ സമയത്ത് അമ്മ ഒന്ന് ദേഷ്യം പിടിച്ചു. ഏതൊരമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിച്ചു. ആ കുട്ടി കരഞ്ഞു. അമ്മയോട് പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ മാമ്പഴം ഇനി വേണ്ട, ഈ മാമ്പഴം പെറുക്കാൻ ഇനി ഞാൻ ഉണ്ടാവൂല, ഞാൻ വരില്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ വാക്ക് പിന്നീട് ആ മാമ്പഴം അതിന്റെ പൂക്കൾ വിരിഞ്ഞ് അത് മാമ്പഴമായി കായ്ച്ചു നിൽക്കുമ്പോ അത് താഴേക്ക് പതിച്ചപ്പോ അത് പെറുക്കേണ്ട ആ കുഞ്ഞ് അവിടെ ഇല്ല. അമ്മയുടെ മടിത്തട്ടിൽ വാത്സല്യത്തോടുകൂടി കിടന്നിരുന്ന കുഞ്ഞ് ഇന്ന് മണ്ണിനടിയിലാണ്. ഇത് കണ്ടപ്പോ അമ്മക്ക് ആ കുഞ്ഞിനടിച്ചതിലും ആ മാമ്പഴം കായ്ച്ചു നിൽക്കുമ്പോ ആർക്ക് വേണ്ടിയ ഈ മാമ്പഴം എന്ന് സ്വന്തം അമ്മ വിലപിക്കുകയും അയൽപ്പക്കത്തെ കുഞ്ഞുങ്ങൾ ആ മാമ്പഴത്തെ ഓടി എടുക്കാൻ വരുമ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയതും നമ്മൾ കേട്ട കവിതയിലെ കഥകളാണെങ്കിൽ, ഇന്ന് ഇങ്ങനെ മക്കളുടെ കരച്ചിൽ കേട്ട് ആ മനോമുഖരത്തിൽ വാത്സല്യം ഉണ്ടാകുന്ന ഇന്നത്തെ ആധുനിക മാതാപിതാക്കളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എവിടെയും ദയയും എവിടെയും വാത്സല്യവും നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു, നാളെ പരലോകത്ത് വെച്ച് പെൺകുട്ടികളെ കൊന്നതിന്റെ പേരിൽ അവരോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും മക്കളോട്, എന്തിനാ നിങ്ങളെ കുഴിച്ചു മൂടിയത്? ഈ ആയത്തിറങ്ങിയപ്പോ എന്നുള്ള ആയത്തിറങ്ങിയപ്പോ പ്രവാചകന്റെ സദസ്സിലിരുന്ന സ്വഹാബി പൊട്ടിക്കരയാ. എന്തിനാ നീ കരയുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ പ്രവാചകനോട് ആ സ്വഹാബി പറഞ്ഞത്, എനിക്ക് അറിവില്ലാത്ത ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു പിഞ്ചുമോളുണ്ടായിരുന്നു. ആ മോളെ ആരും അറിയാതെ ഞാൻ എന്റെ വീട്ടിൽ വളർത്തി. പക്ഷേ പെൺമക്കളെ വളർത്താൻ ജാഹിലിയ കാലഘട്ടത്തില് അധികാരമുണ്ടായിരുന്നില്ല, അത് അപമാനവീകരണമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ പൊന്നുമോളെ ഭാര്യയും ഞാനും ആരും അറിയാതെ വളർത്തി. അങ്ങനെ കുട്ടി മുറ്റത്തേക്ക് പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ അവളെ പുറത്തേക്ക് പുത്തനുടുപ്പുമൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ആളുകള് ആ മോളെ കാണാൻ തുടങ്ങി. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആരുടേതാ ആ മോൾ, ആരുടേതാ, നീ ആ പെൺകുട്ടിയെ വെച്ചോണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ അപമാനം എന്നെ പിടികൂടിയപ്പോ ആ പൊന്നുമോളെ കൊല്ലാൻ വേണ്ടി ഞാൻ കൊണ്ടുപോവുക. ഒരു ദിവസം ആ പൊന്നുമോളുടെ കയ്യും പിടിച്ച് ഞാൻ മോളെ കൊണ്ടുപോയി വിരുന്നിനാണെന്നും പറഞ്ഞ്, ഒരു സൽക്കാരത്തിനാണെന്നും പറഞ്ഞ് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞില്ല അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നത് എന്ന്. അങ്ങനെ കൊണ്ടുപോയി ആ മോളെ അടുത്ത് നിർത്തി ഞാൻ ഇങ്ങനെ കുടി കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മൺവട്ടിയിൽ നിന്ന് തെറിച്ച ആ മൺതരികൾ ആ പൊന്നുമോളുടെ കുഞ്ഞു കരങ്ങളെ കൊണ്ട് മെല്ലെ തുടച്ചു തന്നപ്പോ എന്നോട് ഓരോ കൊത്ത് മണ്ണെടുക്കുമ്പോഴും അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ബാപ്പ എന്തിനാ ഈ കുഴി കുഴിക്കുന്നത്? അവസാനം ആ മൺതരികൾ എന്റെ തലയിൽ നിന്ന് മാറ്റി തന്നപ്പോ എനിക്ക് സാധിച്ചില്ല എന്റെ പൊന്നുമോളെ ആ കുഴിയിലേക്ക് എടുത്തെറിഞ്ഞ് അവളെ കൊല്ലാൻ എനിക്ക് സാധിച്ചില്ല. വീണ്ടും ഞാൻ ആളുകളുടെ ചോദ്യം അധികരിച്ചപ്പോ അവളെ വീണ്ടും ഞാൻ കൊണ്ടുപോയി കുടിവക്കൽ നിർത്തി. ആ കുടിവക്കൽ നിർത്തിക്കൊണ്ട് അവളെ ആ കുഴിയിലേക്ക്, ഞാൻ കുഴിച്ച കുഴിയിലേക്ക് മെല്ലെ പുറകിൽ നിന്ന് തള്ളിയിട്ടപ്പോ അവൾ അവിടെ കിടന്നുകൊണ്ട് എന്റെ പൊന്നുമോള് ബാപ്പാ ബാപ്പാ എന്ന് വിളിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ പൊന്നുമോളുടെ നിലവിളി ഇന്നും എന്റെ കാതുകളിൽ മുടങ്ങുന്നുണ്ട്. പ്രവാചകരെ എന്ന് പറഞ്ഞ് ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് ആ പൊന്നുമോൾ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ പൊന്നുമോളുടെ വായിലേക്ക് അവസാനത്തെ ഒരു മൺതരിയും ഞാൻ എറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയപ്പോ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ എനിക്ക് നാളെ പരലോകത്ത് ദൈവത്തിന്റെ കോടതിയിൽ എനിക്ക് രക്ഷ കിട്ടുമോ പ്രവാചകരെ എന്ന രൂപത്തിലേക്ക് ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിക്കുവാനും അതിന്റെ മനസ്സിന്റെ ഓരങ്ങളിൽ ദുഃഖാർദ്രമായി ചില അലതല്ലലുകൾ സൃഷ്ടിക്കുവാനും ഖുർആനിന് കഴിഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിനല്ലാതെ ലോകത്ത് മറ്റേത് ഗ്രന്ഥത്തിന് മനുഷ്യന്റെ മനസ്സിൽ ദയയും കാരുണ്യവും ഉണ്ടാക്കാൻ സാധിക്കുക? നമ്മുടെ സഹജീവികളോട്, മറ്റുള്ളവരോട് സ്നേഹത്തോടെ, ഐക്യത്തോടെ, അവരോട് സഹതാർഭമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഈ ഖുർആനിനല്ലാതെ ലോകത്തേത് വേദഗ്രന്ഥത്തിനാണ് സാധിക്കുക?
ആ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ അത് ഇന്ന് വരെ ലോകത്തെ തിന്മയാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ ദൈവത്തിൽ പങ്കു ചേർക്കരുത്. രണ്ടാമത്തെ കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന, അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വൃദ്ധസദനങ്ങളുടെ ഇരുണ്ട ഉള്ളറകളിലേക്ക് തള്ളിവിടപ്പെടുന്ന, അതുപോലെ തന്നെ വഴിയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമുകളിലും വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടു ചെന്നിരുത്തി മക്കൾ അവിടെ നിന്ന് സ്ഥലം വിടുമ്പോ അവരോട് പരിശുദ്ധ ഖുർആൻ പറയാ, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, ആധുനിക വിഷയത്തിലും പരിശുദ്ധ ഖുർആനിന് പറയാനുണ്ട്, വലാ തഖറബുൽ ഫവായിഷ മാ ലഖറ മിൻഹാ വമാ ബതന. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഏതേത് പ്രശ്നത്തിലും പരിഹാരം നിർദ്ദേശിച്ച പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചയായ ചുംബന പ്രക്ഷോഭത്തെ കുറിച്ച് അതും പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ, വലാ തഖറബു, നിങ്ങൾ സമീപിച്ചു പോവരുത്, അൽ ഫവാഹിഷ, തിന്മയെ, മാ ലഖറ മിൻഹാ വമാ ബതന, അത് രഹസ്യമായാലും പരസ്യമായാലും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പെണ്ണിനെ നിങ്ങൾ പരസ്യമായിട്ട് ചുംബിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്തൊരു പെണ്ണിനെ പരസ്യമായും രഹസ്യമായും നിങ്ങൾ ചുംബിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ എത്ര സുന്ദരമായ നിർദ്ദേശങ്ങളാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, പരസ്യമായി ചുംബിച്ചതിന് ഖുർആന്റെ കൃത്യമായ മറുപടി ലോകം ചോദിക്കുന്നു, സാഹിത്യകാരന്മാർ ചോദിക്കുന്നു, പരസ്യമായി ചുംബിച്ചാൽ എന്താ, ആകാശം പൊളിഞ്ഞു വീടുമ്പോ? പരിശുദ്ധ ഖുർആന്റെ മറുപടി, പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് സ്വകാര്യതകൾ നൽകി, മാനുഷിക ബന്ധങ്ങൾക്ക് പരിഗണന നൽകിയ ലോകത്തിന്റെ ആ ഖുർആൻ പറഞ്ഞതറിയോ നിങ്ങൾക്ക്? സ്വന്തം മാതാപിതാക്കളുടെ ആ റൂമിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോ മക്കളെ നിങ്ങൾ ചില സമയത്ത് കയറി ചെല്ലാൻ പാടില്ല. ഖുർആനിന്റെ എത്ര കൃത്യമായ നിർദ്ദേശ നോക്ക്. അവർ സുബഹിയുടെ മുമ്പ് ഉറങ്ങുമ്പോ അവരുടെ റൂമിലേക്ക് അനുവാദമില്ലാതെ പ്രായപൂർത്തിയാകാത്ത മക്കള് കടന്നു ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ശാക്ക് ശേഷം പിന്നെയും പറഞ്ഞു, എത്ര 3 സമയങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ആ പെർമിഷനുകളില്ലാതെ ആ റൂമിലേക്ക് കടക്കാൻ പാടില്ല. മാത്രവുമല്ല, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിലക്കുകൾ നൽകി. 7-10 വയസ്സായ മക്കളെ ബെഡിൽ നിന്ന് മാറ്റിക്കിടത്തണം. 7-10 വയസ്സായ ആണായാലും പെണ്ണായാലും ആ മക്കളെ ഒരുമിച്ച് കിടത്താൻ പാടില്ല, അവർ വേർതിരിച്ച് കിടത്തണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാത്തിനും സ്വകാര്യതകൾ നൽകി. നോക്കൂ പ്രിയപ്പെട്ടവരെ, നാളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് വ്യഭിചാരം രഹസ്യമായി നടക്കുന്നു. ആ വ്യഭിചാരം രഹസ്യമായിട്ട് പാടില്ല എന്ന് ചില ആളുകൾ ധാർമ്മിക വിപ്ലവത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോ ഇന്നത്തെ ആധുനിക തലമുറ നാളെ പറയും, പ്രിയപ്പെട്ടവരെ, എന്റെ രഹസ്യമായി വ്യഭിചരിക്കുന്നത് എന്തിനാ നിങ്ങൾ തടയുന്നത്? ഞങ്ങൾ അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി വ്യഭിചരിക്കുമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഇതിന് അനുകൂലിക്കുന്ന, ഈ പരസ്യമായി ചുംബിക്കുന്നതിനെ അനുകൂലിക്കുന്നവർക്ക് സാധിക്കോ? സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ആ മറൈൻ ഡ്രൈവിൽ വെച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ വെച്ച്, മീഡിയയുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ചുംബിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ അവർക്കെങ്ങനെ സാധിക്കുന്നു? അവർക്ക് സാധിക്കോ പ്രിയപ്പെട്ടവരെ അങ്ങനെ സാഹചര്യം സൃഷ്ടിക്കാൻ? അതുകൊണ്ട് വെറുതെ ഇസ്ലാമിനെ തോൽപ്പിക്കാൻ, മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവർ ശബ്ദിക്കുമ്പോ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണം, അതിൽ ഖുർആനിന് എന്ത് പറയാനുണ്ട്? ഖുർആൻ എങ്ങനെയാ സംസാരിച്ചത്? ഖുർആൻ ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കണ്ടു? ആ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടെങ്കിൽ അതേ രൂപത്തിൽ തന്നെ നോക്കിക്കാണുവാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഈ ഖുർആനിനെ കുറിച്ച് ആത്മാർത്ഥമായി നമ്മൾ ഇന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ്, ലോകത്ത് നമ്മൾക്ക് പകരം വെക്കാനില്ലാത്ത ഈ ഗ്രന്ഥമാണ് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം 185-ാമത്തെ വചനത്തിൽ പറയാ, ഒരു റമളാൻ മാസത്തിലാണ് ഈ ഖുർആനിനെ പടച്ച റബ്ബ് ഭൂമിയിലേക്ക് ഇറക്കിയത്. എന്നിട്ടോ മാത്രവുമല്ല, ലോകത്തിന് സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ലോകത്തിന് പ്രകാശത്തിന്റെ ഗ്രന്ഥം, ആ പ്രകാശത്തിന്റെ ഗ്രന്ഥം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുപോലെ തന്നെ എന്റെ സഹോദരന്മാരെ,
ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പടച്ചോൻ നമ്മൾക്ക് ആകാശ ലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ ലോകം കേട്ട ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ സമൂഹം അനുഭവിക്കുമായിരുന്നില്ല. നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, മാനവർക്ക് ഏത് കാര്യത്തിലും മാർഗദർശനം നൽകുന്ന ലോകത്തിന്റെ ഗ്രന്ഥം ആ ഖുർആനിനോട് ചോദിക്ക് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്? ഖുർആനിന് മറുപടിയുണ്ട്. ആ ഖുർആനിനോട് ചോദിക്ക് ഭാര്യാഭർത്തൃബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ആ ഖുർആനിൽ മറുപടിയുണ്ട്. മക്കളുമായിട്ട് എങ്ങനെ പെരുമാറണം? ആ ഖുർആനിൽ മറുപടിയുണ്ട്. സാമ്പത്തികമായി സമൂഹത്തിൽ എങ്ങനെ ചെലവഴിക്കണം? ആ ഖുർആനിൽ മറുപടിയുണ്ട്. പാവങ്ങളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ആ ഖുർആനിൽ അതിന് മറുപടിയുണ്ട്. കാരണം എന്താണെന്നറിയോ? ലോകത്ത് വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങൾ ലോകത്തിന്റെ റബ്ബ് അതാത് കാലഘട്ടത്തിൽ ഈ ലോകം തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പോ തിന്മയിലേക്ക് പോവരുത് എന്ന് വളരെ ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ റബ്ബ് അതാതു കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ നിയോഗിച്ചു. സോളമനെ പോലെ, ദാവീദിനെ പോലെ, മോസസ് പ്രവാചകനെ പോലെ, അബ്രഹാം പ്രവാചകനെ പോലെ, നോഹ പ്രവാചകനെ പോലെ ലോകത്തേക്ക് പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ കടന്നു വന്ന് അവർ ലോകത്തോട് അവരെ സത്യത്തിലേക്ക് നയിച്ചു. മാത്രവുമല്ല, അവർ ലോകത്തിൽ നിന്ന് പോകുമ്പോ ആ സത്യത്തിന്റെ അംശം ആ സമൂഹത്തിൽ അവശേഷിപ്പിക്കാൻ ലോകത്തിന്റെ റബ്ബ് വേദഗ്രന്ഥങ്ങൾ നൽകി. ആ വേദഗ്രന്ഥത്തെ പിൻപറ്റിയ അവർ ദുഃഖിക്കേണ്ട, അവർ ഭയപ്പെടേണ്ട. അപ്പൊ നമ്മൾ തിരിച്ചു വായിക്കണം, മുസ്ലിം സമുദായം വായിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചു വായിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ കൈവടിഞ്ഞാൽ, ആ ഖുർആനിനെ വായിക്കാതിരുന്നാൽ നമ്മൾക്ക് ദുഃഖമാണ്, നമ്മൾക്ക് പ്രയാസമാണ്. മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ, പുസ്തകത്താളുകളെ നമ്മൾ വായിക്കുന്നു, മാതൃഭൂമി വായിക്കുന്നു, മനോരമ വായിക്കുന്നു, മറ്റുള്ള സാഹിത്യങ്ങൾ വായിക്കുന്നു, മറ്റുള്ള മനുഷ്യ സൃഷ്ടിപ്പിലുള്ള മറ്റുള്ള ഉത്കടമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പലതും നമ്മൾ വായിക്കുന്നു. എന്തേ ആ ദൈവത്തിന്റെ മെസ്സേജ് നമുക്ക് വായിക്കാൻ സാധിക്കാത്തത്? ദൈവത്തിന്റെ മെസ്സേജ് വായിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയോ, ആ ഖുർആൻ ലോകത്ത് കടന്നു പോയിട്ടുള്ള സകല വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ലോകത്തിന്റെ പരിശുദ്ധ ഖുർആൻ വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. തൗറാത്തിനെയും ഇൻജീലിനെയും സബൂറിനെയും അങ്ങനെ ലോകത്ത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട സകല വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് അവസാനത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റെയും ന്യൂ ടെസ്റ്റ്മെന്റെയും അവസാനത്തെ എഡിഷനായി കൊണ്ടുവന്ന ഈ ലോകത്തിന്റെ പ്രവാചകൻക്ക് നൽകിയ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ ഇടപെടലുകൾ അത്ഭുതമാണ്. മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ, ഹൈന്ദവരുടെ, ക്രൈസ്തവരുടെ വേദഗ്രന്ഥങ്ങളിൽ റൊമീല ഡാഫറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ച ആളുകൾ അവർ പറഞ്ഞു അതിൽ ദൈവികമായ വചനങ്ങളുണ്ട്, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ വചനങ്ങളുണ്ട്. അതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞു. അതുപോലെ തന്നെ സെന്നബസ്തിനെയും തൽമൂദിനെയും കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞു അതിൽ മനുഷ്യന്റെ വചനങ്ങളുണ്ട്, അതേപോലെ തന്നെ അതിൽ ദൈവിക വചനങ്ങളുണ്ട്, മനുഷ്യവചനങ്ങൾ ഉണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതിൽ മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും മത്തായിയുടെയും യോഹന്നാന്റെയും ജെറമിയ ലേഖനവും ഒക്കെ കാണിക്കാൻ സാധിക്കുന്നത് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ ആ വേദഗ്രന്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ. സ്വന്തം കരങ്ങൾ കൊണ്ട് അവർ വേദഗ്രന്ഥങ്ങൾ കിട്ടിയുണ്ടാക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാ. പക്ഷേ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു വാക്ക്, ഒരു വരി, ഒരു അക്ഷരം അതിൽ കാണിക്കാൻ സാധ്യമല്ല. ഖുർആനിന്റെ ഓരോ വരികളും, ഖുർആനിന്റെ ഓരോ വചനങ്ങളും, ഖുർആനിന്റെ ഓരോ സൂറത്തുകളും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ റബ്ബ് ഈ ലോകത്തിലേക്ക് സന്തോഷത്തിന്റെ വർത്തമാനമായി അന്ധകാര നിബിഡമായ ജനപദത്തെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ലോകത്തിന്റെ റബ്ബ് അയച്ചതാ. ആ റബ്ബ് തന്നെ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് ലോകത്തിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിനെ തിരുത്താൻ, ആ ഖുർആനിനെ മാറ്റാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, ഒരു മനുഷ്യന്മാർക്കും സാധ്യമല്ല, ഒരു പുരോഹിതന്മാർക്കും സാധ്യമല്ല,
ഒരു സമൂഹത്തിനും സാധ്യമല്ല. ലോകത്തിന്റെ റബ്ബ് അവസാനം വരെയുള്ള തലമുറകൾക്ക് ആവശ്യമായ സത്യാസത്യ വ്യവച്ഛേദനങ്ങൾ നൽകുന്ന ലോകത്തിന്റെ ആ ഗ്രന്ഥം അത് ലോകത്തിന്റെ റബ്ബ് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഇത് മനുഷ്യർക്ക് സതുപദേശമാണ്. അതുപോലെ തന്നെ യഖ്റുജുക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാര നിബിഡമായ ജനപദത്തെ സത്യത്തിലേക്ക് നയിക്കാനുള്ള ആ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രത്തോളം അത്ഭുതമാണെന്നറിയോ? സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവാദവും അവകാശവും നൽകിയ ലോകത്തിന്റെ ഗ്രന്ഥം. ആ ഖുർആന്റെ വരികൾ ചിന്താതലങ്ങളെ വിജൃംഭിതമാക്കിക്കൊണ്ട് ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കണേ എന്ന് മനുഷ്യനോട് ഉത്ബോധിപ്പിച്ച പരിശുദ്ധ ഖുർആൻ AD 1543 പ്രിയപ്പെട്ടവരെ, സൗരകേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുള്ള കോപ്പർനിക്കസിനെ ക്രൈസ്തവ സഭ വിമർശിച്ചപ്പോ, അതോടൊപ്പം തന്നെ AD 1593 കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം പ്രചരിപ്പിച്ച ഗ്യാനോഡോ ബ്രൂണോയെ പച്ചയായി ദഹിപ്പിച്ചപ്പോ, ഇവിടെ ക്രൈസ്തവ സഭ എന്തുകൊണ്ടാ ശാസ്ത്രകാരന്മാരെ ദഹിപ്പിച്ചത്? എന്തുകൊണ്ട് അവരെ കൊന്നത് അറിയോ നിങ്ങൾക്ക്? അവർ ആ സഭക്കെതിരെ, ആ ബൈബിളിനെതിരെ ശാസ്ത്രത്തിന്റെ സത്യം ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, ആ സഭ ജീവനോട് ചുട്ടെടുക്കരിച്ച ഒരുപാട് ശാസ്ത്രകാരന്മാരെ ചരിത്രത്തിൽ കാണാം. എന്ന പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് 3-ാമത്തെ അധ്യായം 190-191 വചനത്തിൽ പറയാം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം റബ്ബനാ. നോക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കുകയും എന്നിട്ട് ആ ചിന്തകളെ കുറിച്ച് പടച്ചോനെ ഇതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുകയും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്താൻ കഴിയണമെന്ന, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. എന്നാൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ സ്വതന്ത്രമായി ഇവിടെ ചിന്തിക്കാൻ പഠിപ്പിച്ചപ്പോ ഇസ്ലാമിക ലോകത്തെ അതികായകന്മാരായ ശാസ്ത്രകാരന്മാരുണ്ടായി. ഗ്രപ്പറെ പോലെയുള്ള ആളുകൾ എഴുതി രേഖപ്പെടുത്തുകയുണ്ടായി. In the unfolding of history, Islamic civilization has been one of humanity's greatest achievements. It was their Muslim scholars, they sowed the seeds of Renaissance before 600 years of എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി. ലോകത്ത് ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ലോകത്ത് നിന്ന് കടന്നു വന്ന ശാസ്ത്രകാരന്മാർക്ക്. കാരണം ഇസ്ലാമിക ലോകത്തെ ഖുർആനിന്റെ അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് പടച്ചോൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ പറഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികൾ ചിന്തിച്ചു, പഠിച്ചു, എന്നിട്ട് ശാസ്ത്രത്തിന്റെ കൃത്യമായുള്ള ഇടപെടലുകളിൽ അവർ സംഭാവനകൾ അർപ്പിച്ചു. നോക്കൂ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രീയമായി എത്ര സംഭാവനകൾ. മാത്രവുമല്ല, ഇന്ന് ലോകത്ത് ശാസ്ത്രം കണ്ടുപിടിച്ച സകല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കുമ്പോ ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ, പ്രശസ്തരായ ന്യൂട്ടനെ പോലെയുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞത് പ്രപഞ്ചം മാറ്റങ്ങൾക്ക് വിധേയം ആകുന്നില്ല എന്ന. ഈ പ്രപഞ്ചം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അവിടെ പരിശുദ്ധ ഖുർആൻ ഇടപെട്ടൊരു കാര്യം പറഞ്ഞു. എന്നാൽ 1929 ഹബിളിന്റെ പ്രപഞ്ച വികസന സിദ്ധാന്തം ഈ ശാസ്ത്രലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് തെളിയിച്ചപ്പോ, എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആന്റെ 51-ാമത്തെ അധ്യായം 47-ാമത്തെ വചനത്തിലൂടെ നിരക്ഷരനായ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ ലോകം കേട്ടു. നാമാണ് ആകാശത്തെ നിർമ്മിച്ചത്, നാം തന്നെ ആകാശത്തെയും ഈ പ്രപഞ്ചത്തെയും നാം തന്നെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വേഗതയിൽ പുസ്തകം വിറ്റ് തീർന്ന ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, W.H. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ ഗൗരവകരമായ ചർച്ച ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന. ആ പ്രപഞ്ചം വികസിച്ചുകൊണ്ട് ആ പരസ്പരം സൗരയൂഥങ്ങൾ കൂട്ടിമുട്ടിക്കൊണ്ട് ഈ ലോകം അവസാനിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് 20-ാം നൂറ്റാണ്ടിലെ ഗൗരവകരമായ ഒരു പഠനമായിക്കൊണ്ട് W.H. സ്റ്റീഫൻ ഹോക്കിൻ രേഖപ്പെടുത്തുമ്പോൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് സംസാരിച്ചപ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ പ്രിയപ്പെട്ടവരെ ലോകം അത് കേൾക്കുകയുണ്ടായി. ആ ലോകം കേട്ട
ആ ശാസ്ത്ര സത്യങ്ങൾ, ശാസ്ത്രം സത്യമാണെന്ന് തെളിയിച്ച ആ ശാസ്ത്ര സത്യങ്ങൾ ഒന്നുപോലും ഖുർആൻ പറഞ്ഞതിന്റെ എതിരായിട്ട് സംഭവിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യം ഇന്ന് വരെ ലോകത്ത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആധികാരികമായി സാധിച്ചിട്ടില്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ കേറ്റ്സ്മോറെ പോലെയുള്ള ആളുകൾ അദ്ദേഹം ഹദീസിലും പ്രവാചകന്റെ വചനങ്ങളിലും പരിശുദ്ധ ഖുർആനിലും വന്ന മനുഷ്യന്റെ ഭ്രൂണത്തെക്കുറിച്ച് പഠനം നടത്തി. മനുഷ്യന്റെ ഭ്രൂണത്തെ, മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം എങ്ങനെ വളർന്ന് വികസിക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞെങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ അതീവ സുരക്ഷമായി വളരുന്നു എന്നതിനെ കുറിച്ച് അമുസ്ലിമായിരിക്കെ ഡോക്ടർ കേറ്റ്സ്മോർ പഠനം നടത്തുകയും എന്നിട്ട് അദ്ദേഹം ദ ഹ്യൂമൻ ഡെവലപ്പിംഗ് എന്നുള്ള ഗ്രന്ഥം രചിക്കുകയും ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം അദ്ദേഹം രചിക്കാൻ കാരണമായത് ഖുർആന്റെ 23-ാമത്തെ അധ്യായം 12, 13, 14, 15, 16 വചനങ്ങൾ, 76-ാമത്തെ അധ്യായം 1, 2, 3 വചനങ്ങൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിന്റെ വചനങ്ങൾ അത് വായിച്ച് ലോകത്തിന്റെ മുമ്പിൽ അന്നേ വരെ അജ്ഞാതമായിരുന്ന ഒരു ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച് അദ്ദേഹം രേഖപ്പെടുത്തി. It has been great pleasure for me to clarify the statements in Quran about human development. It is clear to me that these are the statements of Muhammad comes from the God. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ഇതിലെ പ്രസ്താവനകൾ, ഈ ഖുർആനിന്റെ ആയത്തുകൾ ഇത് കൃത്യമായിട്ട് മുഹമ്മദിന്റെ വചനങ്ങളല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ വചനങ്ങളല്ല. ഇത് ലോകത്തിന്, പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിന്റെ വചനങ്ങളാ. അതുകൊണ്ട് I have no doubt at all to believe that Muhammad is the messenger of God. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മുഹമ്മദിന് ഈ വാക്കുകൾ കിട്ടിയത് ദൈവത്തിങ്കിൽ നിന്നാണെങ്കിൽ ആ മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹം ജിദ്ദയിൽ വെച്ച്, ദമാമിൽ വെച്ച് നടന്ന മെഡിക്കൽ കോൺഫറൻസിൽ വെച്ച് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ ഈ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് എന്തേ നമ്മൾ സംസ്കരിക്കപ്പെടാത്തത്? എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? എന്താ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ ഒരു മാറ്റത്തിന് വിധേയമാകാത്തത്? അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആന്റെ 2-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ. ഇതാ ഈ വചനങ്ങൾ തന്റെ അടിമക്ക് അവതരിപ്പിച്ച, പടച്ച റബ്ബ് തന്റെ അടിമക്ക് അവതരിപ്പിച്ച ഈ വചനത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ കൊണ്ടുവാ. ഇതുപോലെ പകരം നിൽക്കുന്ന ഒരു വാക്കെങ്കിലും, ഒരു വചനമെങ്കിലും, ഒരു ആയത്തെങ്കിലും, ഒരു അധ്യായമെങ്കിലും എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ച ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു മതത്തിന്റെ അനുയായികൾക്കും പകരം ഒരു ഗ്രന്ഥത്തെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അല്ലെ പ്രിയപ്പെട്ടവരെ, ലണ്ടനിൽ അഹമ്മദ് ദീദാത്തും അതേപോലെ തന്നെ അഹമ്മദ് സുറൈഷും തമ്മിൽ നടക്കുന്ന ഒരു ഡിബേറ്റിൽ വെച്ചുകൊണ്ട് അഹമ്മദ് സുറൈഷ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കിതാബ് പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഖുർആനിന് തുല്യമായ ഒരു വചനങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്? ഖുർആനിൽ ഒരു വെല്ലുവിളിയില്ലേ? ആ ഖുർആനിന്റെ വെല്ലുവിളി ഇതാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഖുർആനിന് തുല്യമായ വചനങ്ങൾ ഞങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. സൈലന്റ് ആയി നിൽക്കുന്ന സദസ്, എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന സദസ്, ആ സദസ്സിന്റെ മുമ്പിൽ നിഷ്കളങ്കനായി എഴുന്നേറ്റ് നിന്ന അഹമ്മദ് ദീദാത്ത് എന്ന ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുള്ള ആ പ്രാസംഗികൻ ഖുർആനിന് പകരമായി കൊണ്ടുവന്ന കിതാബിനെ കയ്യിലെടുത്തു. എന്നിട്ട് ആ സദസ്സിന്റെ മുമ്പിൽ ആദ്യത്തെ വരികൾ വായിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വായിച്ചിട്ട് ആ ബുക്ക് അത് പൂട്ടിക്കൊണ്ട് അനീസ് ഖുറൈശ് എന്ന ആ ക്രിസ്ത്യൻ പാതിരിയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജീനിയസ് ആയ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബ്രില്യന്റ് ആയ ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ അറബി കലക്കി കുടിച്ച് ഇത്രയും കാലം നിങ്ങൾ എഴുതി പഠിച്ചുണ്ടാക്കിയ ഈ ഗ്രന്ഥത്തിലെ ആദ്യ വചനം തന്നെ എന്റെ റബ്ബിന്റെ വചനത്തിൽ നിന്ന്, ആ കലാമിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നാണെങ്കിൽ ബാക്കി ഞാൻ വായിക്കണോ കൂട്ടരെ എന്ന് ചോദിച്ചിട്ട് മേശപ്പുറത്തേക്ക് എറിഞ്ഞ ആ ഖുർആനിന് പകരം കൊണ്ടുവന്ന ഗ്രന്ഥം ഇത്ര ആത്മാർത്ഥമായി, ഇത്ര കോൺഫിഡൻസോടുകൂടി അഹമ്മദ് ദീദാത്ത് എന്ന പ്രാസംഗികൻക്ക് എവിടെന്നാ പ്രിയപ്പെട്ടവരെ ആ ഒരു ചങ്കൂറ്റം കിട്ടിയത്? ലോകത്ത് പരിശുദ്ധ ഖുർആനിന് പകരം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ലോകത്തിന്റെ റബ്ബ് പറഞ്ഞതാ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി
കൊണ്ടുവാ, ഇതുപോലത്തെ ഒന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്ന് ലോകത്തെ വെല്ലുവിളിച്ചിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ ഇത്ര സുദീർഘമായ ഒരു ആമുഖത്തിലൂടെ ഞാൻ കടന്നു വന്നത് എന്തിനാണെന്നറിയോ? ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് മാർഗദർശനം നൽകാൻ കഴിയുന്ന ദൈവീകമായ ഗ്രന്ഥമെന്ന് ആദ്യം എനിക്ക് ബോധ്യപ്പെടണം, ആദ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണം. നമ്മുടെ മൊബൈലിന്റെ മെസ്സേജിന്റെ ബോക്സിൽ ഒരു മെസ്സേജ് വന്ന് കിടന്നാൽ ആ മെസ്സേജ് നമ്മൾക്ക് 1000 രൂപ തൊട്ടടുത്ത റീചാർജ് കടയിൽ നിന്ന് ലഭിക്കാനുള്ളതാണ് എന്നുള്ള ന്യൂസ് ആണെങ്കിൽ അത് വായിക്കാതിരുന്നാൽ ആ 1000 രൂപ നമ്മൾക്ക് കിട്ടോ? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്ത് സ്വർഗം ലഭിക്കാൻ കാരണമായ, ലോകത്ത് മോക്ഷത്തിന് കാരണമായ ഈ ഖുർആനിനെ വായിക്കാതെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധു സംരക്ഷണം നടത്താൻ കഴിയുക? ഈ ഖുർആൻ ദൈവികമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാ ഈ ഖുർആനിന്റെ വചനങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്തേണ്ടവനാണ് എന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാനും പ്രഖ്യാപിക്കാനും സാധിക്കുക. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ അഭിപ്രായത്തിൽ സമ്പത്തിനെ ഖുർആൻ എങ്ങനെ നോക്കിക്കണ്ടു? വളരെ വിശാലമായ ചർച്ചയാണ്. സമ്പത്തിനെ ഖുർആൻ നോക്കിക്കണ്ടതുപോലെ ലോകത്തൊരു ഗ്രന്ഥവും നോക്കിക്കണ്ടിട്ടില്ല. ഏത് വേദഗ്രന്ഥവും ചർച്ച ചെയ്യാം. സാധു സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആന് തുല്യമായ ഒരു വേദഗ്രന്ഥവും ലോകത്തില്ല. മനുസ്മൃതിയില്ല, ചതുർവേദങ്ങളില്ല, ഋഗ്വേദമില്ല, സാമവേദമില്ല, യജുർവേദമില്ല, അഥർവവേദമില്ല, 108 ഉപനിഷത്തുകളില്ല. മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്താൽ മനുഷ്യനെ സ്നേഹിച്ച, മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ, മനുഷ്യരെ അനാഥകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ഈ ഖുർആനിന്റെ കാഴ്ചപ്പാടും മറ്റുള്ള ഒരു വേദഗ്രന്ഥങ്ങൾക്കുമില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ ഖുർആൻ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമെന്ന, മനുഷ്യന്റെ നിലനിൽപ്പിന് കാരണമെന്ന, മനുഷ്യന്റെ നിലനിൽപ്പിന് നിദാനമെന്ന. അംവാലുകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഫീമ, മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണ് സമ്പത്ത്. നോക്ക്, ഈ സമ്പത്തിനെ പടച്ചോൻ വിശേഷിപ്പിച്ചത് ഒരു അനുഗ്രഹമെന്നാണ്. സമ്പത്തിനെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅ 9-10 വചനത്തിലൂടെ കടന്നു പോകുമ്പോ ഫന്തശിറു ഫിൽ അർളി വബ്തഉ മിൻ ഫളില്ലാ, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, എന്നിട്ട് പടച്ചോന്റെ അനുഗ്രഹത്തെ നിങ്ങൾ തേടിപ്പോകുക. സമ്പത്ത് അനുഗ്രഹമാണ്, സമ്പത്ത് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ സമ്പത്ത് എന്ന അനുഗ്രഹത്തെ നമ്മൾ സ്വന്തമാക്കുമ്പോ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ ഇവിടെ തൊഴിലാളികൾ ഉണ്ടാകും, ഇവിടെ മുതലാളികൾ ഉണ്ടാകും. അത് ലോകത്തിന്റെ ഘടന എങ്ങനെയാ? എക്കാലഘട്ടത്തിലും ഇവിടെ തൊഴിലാളികളുണ്ട്, എക്കാലഘട്ടത്തിലും ഇവിടെ മുതലാളികളുണ്ട്. അത് ലോകത്തിന്റെ സമ്പദ്ഘടന പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കാറൽ മാർക്സ് വിഭാവനം ചെയ്ത രാജ്യത്ത് ഒട്ടോപ്യൻ ആ സാമ്രാജ്യം അദ്ദേഹം സ്വപ്നം കണ്ടത് എന്തായിരുന്നു എന്നറിയോ? ലോകത്തെല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന ഒരു രാജ്യമെന്ന. എല്ലാവരും അവിടെ മുതലാളിമാരില്ല, അവിടെ തൊഴിലാളികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തെ വിഭാവനം ചെയ്തു കാറൽ മാർക്സ്. എന്നാൽ ഇസ്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായി മുതലാളിമാരുണ്ടാകും, അതുപോലെ തന്നെ തൊഴിലാളിമാരുണ്ടാകും. പക്ഷേ അവർക്കിടയിൽ ഇസ്ലാം നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങൾ അത് ലോകത്തെ എതിർക്കുന്നതല്ല, തൊഴിലാളികളെയും മുതലാളിമാരെയും എതിർക്കുന്നതല്ല. ക്യാപിറ്റലിസവും സോഷ്യലിസവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. എന്നാൽ ലോകത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമി മനുഷ്യരുടേതാ, ഈ ഭൂമി മനുഷ്യർക്കുള്ളതാ. എല്ലാവർക്കും സമ്പാദിക്കാം, തൊഴിലാളിക്ക് സമ്പാദിക്കാം, മുതലാളിക്ക് സമ്പാദിക്കാം, അടിമക്ക് സമ്പാദിക്കാം, കറുത്തവന് സമ്പാദിക്കാം, പാവപ്പെട്ടവന് സമ്പാദിക്കാം. ഈ ഭൂമി അവൻക്കുള്ളതാ. അതല്ലാതെ മനുസ്മൃതി പഠിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ സമ്പാദിക്കാൻ അവകാശമുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇവിടത്തെ ശൂദ്രനായ, ഇവിടുത്തെ അവർണരായ ആളുകൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ സമ്പാദ്യം പിടിച്ചെടുക്കാൻ അവിടുത്തെ ബ്രാഹ്മണന് അവകാശമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമി പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം ഇതെല്ലാവരുടേതുമാണ്, ഇതെല്ലാവരുടേതുമാണ്. അതുകൊണ്ട് സമ്പത്ത് എത്രയ്ക്കും നമ്മൾക്ക് സമ്പാദിക്കാം. ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമിയാണെങ്കിലോ പടച്ചോന്റെ സംഭാവനയാ, പടച്ചോന്റെ സമ്മാനമാണ്. ആ സമ്മാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ ഈ ഭൂമി, ഈ സമ്പത്ത്, എന്റെ വെള്ളി, എന്റെ കയ്യിൽ കിടക്കുന്ന വള, എന്റെ പോക്കറ്റിൽ കിടക്കുന്ന 1000ന്റെ നോട്ട് പടച്ചോൻ തന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോ അത് നമ്മുടേതാണെന്ന് പറയാൻ, ഈ സമ്പത്ത് എന്റേതാണെന്ന് പറയാൻ, ഈ പറമ്പെന്റേതാണെന്ന് പറയാൻ, അതിൽ നിന്ന്